നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്തിന്റെ കഥകളെല്ലാം പുറത്തു വരുമ്പോൾ തന്നെ ദുബായി ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എന്ന വാർത്തകളും വരികയാണ്. 1990കളിൽ ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തിന്റെ പറുദീസ കൂടിയായിരുന്നു ദുബായ് പ്രവാസികൾക്ക്. മലയാളി സംഘങ്ങൾ പതിവായി കേരളത്തിലേക്ക് സ്വർണം കടത്തുകയും അപൂർവമായി പിടികൂടുകയും ചെയ്ത നാളുകൾ. എന്നാൽ പിന്നീട് സ്വർണ്ണക്കടത്ത് തുടർച്ചയായി പിടികൂടപ്പെടുകയും വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തതോടും പലരും അഴിയണ്ണുകയും ചെയ്തതോടെ ഈ രംഗത്ത് നിന്ന് ഉൾവലിയുകയാണ് ചെയ്തത്. സ്വർണ്ണക്കടത്തിലൂടെ ഒട്ടേറെ പേർ കോടീശ്വരന്മാരായപ്പോൾ കാരിയറായി ജോലി ചെയ്തിരുന്നവർ കുടുക്കിൽപ്പെട്ടു. ഇന്ത്യയിലേക്കുള്ള സ്വർണം കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ഉറ്റാനുയായിയാണെന്നും ആരോപണം ഉയർന്നിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന് ദുബായ് കേന്ദ്രീകരിച്ച് വൻ പ്രവർത്തന ശൃംഖലയും ഉണ്ടായിരുന്നു. അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ FBI-യുടെ റിപ്പോർട്ടും ഇത് സംബന്ധിച്ച് പുറത്തു വന്നതാണ്. അതേസമയം ആദ്യകാലത്ത് പുരുഷന്മാർ മാത്രമായിരുന്നു സ്വർണ്ണക്കടത്ത് മുന്നിട്ടിറങ്ങിയത്. പിന്നീട് സ്ത്രീകളും രംഗത്തേക്കെത്തി. 1990കളിൽ സ്ഥിരമായി ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുകയും അപൂർവമായി പിടിക്കപ്പെടുകയും ചെയ്തു. വിവിധ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയായിരുന്നു കടത്തുകളെല്ലാം നടന്നത് തന്നെ. ഇതും പിന്നീട് കണ്ടെത്തിയിരുന്നു. ദുബായിൽ ബിസിനസ് നടത്തുന്ന ഇന്ത്യൻ സ്ത്രീകളെ ഉപയോഗിച്ചാണ് പ്രധാനമായും സ്വർണം കടത്തുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നതാണ്. സ്വർണ്ണക്കടത്തിനിടെ അടുത്ത കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായ കഴക്കൂട്ടം സ്വദേശിനി സെറീന ഷാജി ദുബായിലും അബുദാബിയിലും ബ്യൂട്ടി പാർലർ ബിസിനസ് നടത്തി വരികയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ കരസേനയിലെ ഒരു ലഫ്റ്റനന്റ് കേണൽ, എയർ ഇന്ത്യയുടെ ഒരു മുതിർന്ന പൈലറ്റ് എന്നിവരുടെ നിരവധി വിമാന കമ്പനി ഉദ്യോഗസ്ഥരും സ്വർണ്ണ കള്ളക്കടത്തിലെ കണ്ണികളൊന്നും വെളിപ്പെട്ടു. ഇന്ത്യയിലും വിദേശത്തുമുള്ള വിമാനത്താവളങ്ങളിലെ ഹാൻഡ്ലിംഗ് വിഭാഗത്തിലെ ചില ജീവനക്കാർ ഇവരുടെ സഹായികളുമായി മാറി. വിമാനത്താവളത്തിലെയും കസ്റ്റംസ് വകുപ്പിലെയും ഏതാനും ഉദ്യോഗസ്ഥരും ശൃംഖലയിലെ മാസപ്പടി പറ്റുന്നവരാണെന്നും പറയപ്പെടുന്നു. 2016 ദുബായിൽ നിന്ന് ഡൽഹിയിൽ വന്നിറങ്ങിയ ഹൈദരാബാദുകാരി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന 2 കിലോഗ്രാമിലേറെ സ്വർണം പിടികൂടിയിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടി താൻ സ്ഥിരമായി സ്വർണം കടത്താറുണ്ടെന്ന് പിന്നീട് പ്രതിയായ ഫർഹത്തുന്നിസ കസ്റ്റംസിനോട് സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തന്നെ ദുബായിൽ നിന്ന് സ്വർണം കടത്തുന്നതിനിടെ കണ്ണൂർ സ്വദേശികളായ അമ്മയും മകനും നെടുമ്പാശ്ശേരിയിലെത്തിയ ഇരുവരെയും പരിശോധിച്ചപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ കടത്താൻ ശ്രമിച്ച 1.5 കിലോ സ്വർണം കസ്റ്റംസ് അധികൃതർ കണ്ടെത്തിയത്. 27 ലക്ഷം രൂപയുടെ സ്വർണം കടത്താൻ ശ്രമിച്ച മറ്റൊരു കേസിൽ അധ്യാപകനടക്കം 2 പേരാമ്പ്ര സ്വദേശികളും ഒരു ആലുവ സ്വദേശിയും അറസ്റ്റിലായി. പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണമാണ് കസ്റ്റംസ് കണ്ടെടുത്തത്. മിശ്രിതത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തപ്പോഴാണ് 28 ലക്ഷത്തോളം രൂപയുടെ സ്വർണമുണ്ടെന്ന് മനസ്സിലായത് പോലും. 20 ലക്ഷത്തിന് മുകളിൽ സ്വർണമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നാണ് വ്യവസ്ഥ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ വർഷം ഫെബ്രുവരിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് ശ്രമം പിടികൂടി. ദുബായ് കൊച്ചി വിമാനത്തിന്റെ ടോയ്ലറ്റിൽ നിന്നാണ് 1,20 ലക്ഷം രൂപ വിലമതിക്കുന്ന 2.75 കിലോ സ്വർണം DRA പിടികൂടിയത്. എന്നാൽ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുകളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം കസ്റ്റംസ് സൂപ്രണ്ട് B രാധാകൃഷ്ണനെ 1-ാം പ്രതിയാക്കി CBI FIR ഉണ്ടാക്കി. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് സഹായം ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് 1-ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ ആകെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കസ്റ്റംസ് പരിശോധന കൂടാതെ പ്രതികളെ സ്വർണം കടത്താൻ രാധാകൃഷ്ണൻ സഹായിച്ചതായി CBI കണ്ടെത്തിയിരുന്നു. ദുബായിൽ നിന്ന് സ്വർണവുമായി പ്രതികൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ബാഗുകളുടെ എക്സ്റേ പരിശോധന നടത്തിയിരുന്നതും രാധാകൃഷ്ണനാണെന്ന് CCTV-യിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. 25 കിലോ സ്വർണം കടത്തുന്നതിനിടെ പിടിയിലായ സുനിൽകുമാർ, സെറീന ഷാജി, സ്വർണ്ണക്കടത്തിലെ പ്രധാന കണ്ണികളായ വിഷ്ണു സോമസുന്ദരം, ബിജു മോഹന്റെ ഭാര്യ വിനിത, സ്വർണം വാങ്ങിയിരുന്ന ജ്വല്ലറിയുടെ മാനേജർമാരായ PK റാഷിദ്, അബ്ദുൽ ഹക്കീം എന്നിവരാണ് മറ്റ് പ്രതികൾ. ബിജു മോഹൻ നേരത്തെ കീഴടങ്ങിയിരുന്നു. വിഷ്ണു, അബ്ദുൽ ഹക്കീം എന്നിവരൊഴികെ ബാക്കി പ്രതികളെ DRA അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദുബായിൽ നിന്ന് സ്വർണം നൽകിയത് ജിത്തു എന്നയാളും സ്വർണം വാങ്ങിയിരുന്നത് മുഹമ്മദ് എന്നയാളുമാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് 180.478 കിലോഗ്രാം സ്വർണം പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പകുതിയിലധികവും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ്. 21.73 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് കരിപ്പൂരിൽ നിന്ന് പിടികൂടിയത്.
പുതിയ വിമാനത്താവളമായ കണ്ണൂരിൽ നിന്ന് സ്വർണം പിടികൂടിയിട്ടുണ്ട്. 18.61 കിലോഗ്രാമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുന്ന ചെറുകിടക്കാർ പലരും ജീവിച്ചിരുന്നത് തന്നെ ഇതുവഴിയായിരുന്നു. പല രീതിയിൽ സ്വർണം കടത്തി പരാജയപ്പെട്ട ഇവർ ഏറ്റവും ഒടുവിൽ പേസ്റ്റ് രൂപത്തിലാക്കിയ സ്വർണം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് കടത്തിരുന്നത്. ഇതും പിടികൂടിയതോടെ മറ്റു വഴികൾ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് തിരുവനന്തപുരത്ത് തങ്ങളേക്കാൾ വമ്പൻ സ്രാവുകൾ സ്വർണ്ണക്കടത്തിൽ വലയിലാകുന്നത്. തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റിന്റെ പേരിലുള്ള സ്വർണ്ണക്കടത്തിലെ പ്രധാന കഥാപാത്രമായ സ്വപ്ന സുരേഷ് ജനിച്ചതും വളർന്നതും അബുദാബിയിലായിരുന്നു. ഈ ബന്ധം വച്ചാണ് ഫാസിൽ ഫരീദ് എന്ന വ്യക്തിയുടെ പേരിൽ കേരളത്തിലേക്ക് 30 കിലോഗ്രാം സ്വർണം അയച്ചത്. എന്നാൽ ഇത്തരമൊരാളെ തങ്ങൾക്കറിയില്ലെന്നാണ് ഷാർജയിലെ അൽസത്താർ സ്പൈസസ് എന്ന കടയുടെ ഉടമ പറയുന്നത്. അപ്പോൾ ആരാണ് ഫാസിൽ എന്നും സ്വപ്നയ്ക്ക് ഇദ്ദേഹവുമായുള്ള ബന്ധം എന്താണെന്നും സ്വപ്നയെ പിടികൂടിയാലേ വ്യക്തമാവുകയുള്ളൂ. അത് വൈകാതെ തന്നെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.